അസ്മാ ബീവി റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചത് സുബൈർ റളിയല്ലാഹു അൻഹുവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ് അസ്മാ ബീവി. ഭർതൃസ്നേഹത്തിൻ്റെ നിറകുടമാണ് മഹദി. ഭർത്താവാകുന്ന സുബൈർ റളിയല്ലാഹു അൻഹു ദരിദ്രനാണ്. മറ്റു വീട്ടുകാരെപ്പോലെ വേലക്കാരോ അടിമകളോ ഒന്നും തന്നെയില്ല. ഒരു കുതിരയും ഒരു കാളയും മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. കുതിരയെ കുളിപ്പിക്കണം, തീറ്റിക്കണം, കാളയ്ക്ക് വെള്ളവും തീറ്റയും നൽകണം. പുറമെ വീട്ടിലെ പണികൾ പലതും ചെയ്യണം. ധാന്യം പൊടിക്കൽ, മാവ് കുഴയ്ക്കൽ, പാചകം ചെയ്യൽ, അങ്ങനെ പലതും. എല്ലാം നിർവഹിക്കുന്നതിൽ അസ്മാ ഭർത്താവിനെ സഹായിച്ചു. പരാധീനതകൾ പരിഭവങ്ങളായി അസ്മായിൽ നിന്ന് ഒരിക്കലും ഉയർന്നില്ല. ഭർത്താവിൻ്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചില്ല, പരിഭവങ്ങൾ പറഞ്ഞില്ല. മഹദി അതെല്ലാം സഹിക്കുകയാണ്. കിലോമീറ്ററുകൾ താണ്ടി വേണം കാലിത്തീറ്റ കൊണ്ടുവരാൻ. പലപ്പോഴും അസ്മാ റളിയല്ലാഹു അൻഹ തന്നെയാണ് അതിന് പോയിരുന്നത്. സുബൈറിന് കൂലിപ്പണി വേറെ കാണും. ഒരു ദിവസം ബീവി കാലിത്തീറ്റ തലയിലേറ്റി വരികയാണ്. വഴിയിലതാ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരന്മാരും ഏതോ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്മാഇനെ കണ്ടപ്പാടെ വാഹനം നിർത്താൻ പറഞ്ഞു. ചുമടുമായി വാഹനം കയറാൻ നബി തങ്ങൾ ക്ഷണിച്ചു. പക്ഷേ ബീവിക്ക് വല്ലാത്ത നാണം. ആണുങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ പ്രയാസം. നബിതങ്ങൾ ബീവിയുടെ മനസ്സ് വായിച്ചു. പിന്നെ നിർബന്ധിച്ചില്ല. തങ്ങളുടെ ദയാവായ്പാണ് വാഹനം നിർത്താൻ പ്രേരണയായത്. സുബൈർ റളിയല്ലാഹു അൻഹുവിന് അന്യ ആണുങ്ങൾ അസ്മായിനെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. ഗത്യന്തരമില്ലാത്തതിനാലാണ് പുറത്തേക്ക് മഹദിയെ അയക്കുന്നത്. അതും തികഞ്ഞ മറപാലിച്ച് വേണം പോകാൻ. വീട്ടിലെത്തി ബീവി സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് സംഗതികൾ എല്ലാം പറഞ്ഞു. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്ന പിതാവ് അസ്മായിന് ഒരു അടിമപ്പെടിനെ നൽകിയതോടെ അസ്മായിന് ഏറെക്കുറെ സമാധാനമായി.